ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. വേദത്തെക്കുറിച്ചും വേദാന്തത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വേദം കർമ്മകാണ്ഡവും വേദാന്തം ജ്ഞാനകാണ്ഡവുമാണ്. യാഗങ്ങൾ, പൂജകൾ, അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥന എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദങ്ങൾ ജീവിത വിജയവും പുണ്യം നേടലുമാണ് പ്രഥമ ലക്ഷ്യമായി കാണുന്നത്. എന്നാൽ വേദാന്തം ഒരു പടി കൂടി കടന്ന് പ്രപഞ്ച സത്യത്തിൻ്റെ അന്വേഷണം, ജനന മരണ ചക്രത്തിൽ നിന്നുമുള്ള മോചനം മുതലായ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആത്മജ്ഞാനത്തിൻ്റെ വഴികൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. യാഗസംരക്ഷണത്തിൽ സംതൃപ്തനായ വിശ്വാമിത്രൻ പിന്നീട് രാമലക്ഷ്മണന്മാരെയും കൂട്ടി മിഥിലയിലെത്തുന്നു. ശൈവചാപം ഖണ്ഡിച്ച രാമൻ സീതയെ വിവാഹം കഴിക്കുന്നു. ബാലകാണ്ഡത്തിലെ ഈ അവസാന ഭാഗങ്ങൾ എഴുത്തച്ഛൻ്റെ സുന്ദരമായ വർണ്ണനയ്ക്കും ഭക്തിക്കും ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. ഇനി കേൾക്കാം രാമായണത്തിൻ്റെ ഭക്തിമധുരമായ ഈരടികൾ. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണം അരുൾ ചെയ്താൻ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പുക്കു താതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന് രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാം ഇവർ ആരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ, മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നീടിനേൻ ഇതു കാലം. കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കു യാഗം ആടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീരാമപാദാംബുജ രജസൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ.
പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരം ആഗ്രഹമുണ്ടു, നീയതു കാട്ടിയിടേണം. അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ, രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ, ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ചു ജനകനും. തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു, ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ, രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ, ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ. രാമ 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 പാഹിമാം. രാമായണത്തിലെ വരികളുടെ അർത്ഥം കൂടി അറിയണം ആത്മവിശുദ്ധിക്ക്. നാം കേട്ട വരികളെ കുറെ കൂടി അടുത്തറിയാമിനി. രാമായണത്തിലൂടെയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഹല്യയ്ക്ക് മോക്ഷമൊക്കെ കൊടുത്ത് യാഗരക്ഷയൊക്കെ കഴിഞ്ഞ് വിശ്വാമിത്രൻ രണ്ട് ബാലകന്മാരോട് കൂടിയിട്ട്, ബാലാർക്കബിംബം പോലെ ശോഭിക്കുന്ന ഈ രണ്ട് ബാലകന്മാരോട് കൂടിയിട്ട് പറഞ്ഞു, ഇനി നമ്മൾ കാലമൊട്ടും കളയാണ്ട് മിഥിലാപുരിക്ക് പോകണം. അവിടെ എന്താ കാര്യം? അവിടെ സാക്ഷാൽ ശ്രീപരമേശ്വരൻ്റെ ചാപം, വില്ല് ജനകന് കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. ആ വില്ല് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണം. ആ വില്ല് കാണുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പോണത്. വില്ല് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോണത്. വില്ലൊന്ന് കാണുക. ആ വില്ല് കാണാനുള്ള യാത്രയാണ് ശ്രീരാമചന്ദ്രസ്വാമിയും സീതാദേവിയും തമ്മിലുള്ള സ്വയംവരത്തിലേക്ക് എത്തുന്നത്. യഥാർത്ഥത്തിൽ സീതാ സ്വയംവരം അല്ലെങ്കിൽ രാമസീതാ സ്വയംവരം എന്നുള്ളത്, വിവാഹം എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയാണ്. കാരണം പ്രപഞ്ചം പ്രകൃതി പുരുഷ സംയോഗമാണ്. ഇവിടെ പുരുഷൻ ശ്രീരാമചന്ദ്രസ്വാമിയാണ്. ബ്രഹ്മബോധം, ശുദ്ധ ബ്രഹ്മാണ് ഭഗവാൻ. കലർപ്പില്ലാത്ത ബ്രഹ്മബോധമാണ്. ആ ബ്രഹ്മബോധത്തെ ആവരണം ചെയ്ത് അതിനെ മെല്ലെ പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരണ ശക്തിയാണ് പ്രകൃതി. ആ പ്രകൃതിയാണ് സീതാദേവി. ബ്രഹ്മബോധത്തിൽ നിന്ന് പ്രപഞ്ചം ഉരുത്തിരിഞ്ഞു വരണ പ്രക്രിയ. അതാണ് വളരെ മനോഹരമായിട്ട് സീതാസ്വയംവരമായിട്ട് നമുക്ക് എഴുത്തച്ഛൻ തന്നിട്ടുള്ളത്. അങ്ങനെ ഈ രണ്ട് ബാലകന്മാരെയും കൂട്ടി വിശ്വാമിത്രൻ മിഥിലയുടെ മുഖ്യ കവാടത്തിലെത്തി. ഈ വാർത്ത ജനകൻ അറിഞ്ഞപ്പോൾ സസംഭ്രമം വരികയാണ്. കാരണം അദ്ദേഹം അറിയുന്നത് രണ്ട് ഉദിച്ചു വരുന്ന സൂര്യന്മാരെ മാതിരി രണ്ട് കുട്ടികളുടെ കൂടെ സാക്ഷാൽ വിശ്വാമിത്രൻ നേരിട്ട് വന്നിട്ടുണ്ട്. അവിടെ മുഖ്യ കവാടത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ചെല്ലണം. എല്ലാ ആചാരമര്യാദകളോടും കൂടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോഴാണ് ജനകൻ കാണുന്നത് രണ്ട് കുട്ടികൾ കൂടെയുണ്ട്. ഇതുവരെ പരിചയമില്ലാത്ത രണ്ട് കുട്ടികൾ. ആരാ അതെന്ന് ചോദിച്ചു. ഈ രണ്ട് കുട്ടികളാരാ? ഇപ്പോഴും പറഞ്ഞു, കന്ദർപ്പൻ സാക്ഷാൽ കാമദേവൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമസ്കരിച്ചു പോകുന്ന അത്രയും സുന്ദരന്മാരായിട്ടുള്ള ഈ രണ്ട് കുട്ടികൾ ആരാണെന്നാണ് ചോദ്യം. അതിനുത്തരമായിട്ട് പറഞ്ഞു, ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനായിട്ടുള്ള രാമനാണിത്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് രാമനാണ്. അവൻ്റെ കൂടെയുള്ളത് അനുജനായിട്ടുള്ള ലക്ഷ്മണനാണ്. ഈ രണ്ട് കുട്ടികൾ രാജാവെ അങ്ങ് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഈ രണ്ട് കുട്ടികൾ ഈ ചെറുപ്രായത്തിൽ താടക എന്ന് പറയുന്ന രാക്ഷസിയെ വധിച്ചിട്ടുണ്ട്. ആരീജനും സുബാഹുവും മറ്റ് രാക്ഷസന്മാരും മുടക്കിയിട്ടുള്ള യാഗത്തെ, വർഷം തോറും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ നടത്തിയിട്ടുള്ള യാഗത്തെ ഇവർ സംരക്ഷിച്ചു.
ഈ 2 കുട്ടികൾ സംരക്ഷിച്ചു. യാഗസംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇവിടെ ധർമ്മസംരക്ഷണമാണ്. ആസുരിക ശക്തികൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണ അധാർമിക ചിന്തകളിൽ നിന്ന് ധർമ്മത്തെ നിലനിർത്തുക, ധർമ്മത്തെ സംരക്ഷിക്കുക. അതാണ് ഭഗവാന്റെ ധർമ്മം, അല്ലെങ്കിൽ ഭഗവാന്റെ ലക്ഷ്യം. സാക്ഷാൽ ധർമ്മം തന്നെ രൂപം എടുത്തിട്ടുള്ളതാണ് ശ്രീരാമചന്ദ്രസ്വാമി. ധർമ്മത്തിനൊരു രൂപം കൊടുത്തു കഴിഞ്ഞാൽ കോദണ്ഡപാണിയായിട്ടുള്ള ഭഗവാനെ നമുക്ക് കിട്ടും. ഇത് വേറെ ആരും പറയുന്നില്ല, മാരീചൻ പറയുന്ന വാക്കാ. രാവണനോട് മാരീചൻ പറയുന്നുണ്ട്, രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ. രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. ധർമ്മം വിഗ്രഹമായി കഴിഞ്ഞാൽ, അതിനൊരു രൂപം എടുത്തു കഴിഞ്ഞാൽ അത് രാമനാണ്. ആലോചിച്ച് നോക്കുക, എതിർപക്ഷത്തു നിന്നാണ് ഭഗവാന്റെ മഹിമ വരുന്നത്, പറഞ്ഞു തരുന്നത്. സ്വന്തം പക്ഷത്തു നിന്നല്ല. സ്വന്തം പക്ഷത്ത് നമ്മളെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ധാരാളം പേരുണ്ടാവും. എതിർപക്ഷത്തു നിന്ന് വരുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം ഒന്നുകൂടി കൂടുക. അങ്ങനെയുള്ള ആ ഭഗവാൻ, ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സദാ സന്നദ്ധനായിട്ടുള്ള ഭഗവാൻ തൻ്റെ അനുജനോടും കൂടിയിട്ട് ജനകൻ്റെ പുരിയിൽ വന്നിരിക്കുകയാണ്, പുരത്തിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ കയ്യിലുള്ള ശൈവജാപം ഒന്ന് കാണണമെന്നുണ്ട് ഈ കുട്ടികൾക്ക്, അതൊന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ 5000 ഭടന്മാർ ചേർന്നിട്ട് ആ ശൈവജാപത്തെ കൊണ്ടുവരികയാണ്. അപ്പോൾ ആലോചിക്കുക, അത്രയ്ക്ക് വലുതാണ് അതിൻ്റെ ബാഹുല്യം, അതിൻ്റെ വലിപ്പം. 5000 പേര് താങ്ങിയിട്ടാണ് കൊണ്ടുവരുന്നത്. ധാരാളം മണികളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ആ കൂട്ടത്തിൽ പറയുകയാണ് ജനകൻ, ഈ ചാപമുണ്ടല്ലോ, ഇതാരാണോ ഖണ്ഡിക്കുന്നത് അവന് എൻ്റെ പുത്രിയെ സീതാദേവിയെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സ്വയംവരം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി വിശ്വാമിത്രനെ ഒന്ന് നോക്കി, വില്ല് എടുക്കാൻ പറ്റുമോ? എടുത്തോളൂ എന്നായി. വില്ല് കുലയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കുലച്ചോളൂ എന്നായി. കല്യാണം തന്നെ ഉണ്ടാവും, സംശയമില്ല. അങ്ങനെ ഗുരുവിൻ്റെ ആജ്ഞ പാലിച്ചുകൊണ്ട് അദ്ദേഹം വില്ല് കുലച്ചു. ആ വില്ല് കുലയ്ക്കണ ശബ്ദം കേട്ടിട്ട്, അതിഘോരമായിട്ടുള്ള ആ ശബ്ദം കേട്ടിട്ട് അവിടെ കൂടിയിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള എല്ലാ രാജാക്കന്മാരും ഉരകങ്ങളെ മാതിരി നടുങ്ങിപ്പോയി എന്നാണ് എഴുത്തച്ഛൻ പ്രയോഗിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പ്രയോഗമാണ്. ബാക്കിയുള്ള കുമാരന്മാർക്ക്, മറ്റ് 3 കുമാരന്മാർക്ക് കുശികൻ്റെ 3 മക്കളെ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ, കല്യാണത്തോടെ, കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ മംഗളം, ശുഭം, സന്തോഷത്തെ തരുന്നതെന്തോ, കല്യാണത്തോടെ അവിടുന്ന് ആഘോഷമായിട്ട് യാത്ര തിരിക്കുകയാണ്. ജനകൻ ധാരാളം സമ്മാനങ്ങൾ തൻ്റെ പുത്രിയായിട്ടുള്ള സീതയ്ക്ക് കൊടുത്തു. അതിൽ സീതാദേവിയുടെ മഹിമ പറയുന്നുണ്ട്. നാരദർ ജനകനോട് മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട് അത്രേ, ഇത് സാക്ഷാൽ പ്രകൃതിയാണ്. ആ നാരായണൻ്റെ മായ അദ്ദേഹവുമായിട്ട് ചേരാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ ജന്മമെടുത്തുകയാണ്. അയോനിജയായിട്ട് ഉഴവുചാലിലാണല്ലോ ദേവിയെ കിട്ടുന്നത്. അതുകൊണ്ടാണ് സീത എന്നുള്ള പേര്. ആ രാമസീതാ കല്യാണത്തിൻ്റെ ദൃശ്യം നമ്മളെല്ലാവരും മനസ്സിൽ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവാന്റെ നാമത്തോട് നമുക്ക് ഈ ഒരു അധ്യായം അവസാനിപ്പിക്കാം. ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കാനായി രാമാവതാരം ചെയ്ത വിഷ്ണു അയോധ്യയിൽ രാജാവായി ഒതുങ്ങിക്കൂടിയാൽ ജന്മലക്ഷ്യം പൂർത്തീകരിക്കാനാവില്ല. അതിനാൽ രാമൻ വനത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനായി വിധി മുൻകൂട്ടി ഒരുക്കിയ ഒരു സംഭവമാണ് ദശരഥൻ കൈകേയിക്ക് നൽകിയ വരം. കൈകേയിയുടെ വരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ രാമകഥാമൃതം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കൈകേയി. കൈകേയിയാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശത്തിലേക്ക് ഭഗവാനെ തിരിച്ചുവിട്ടത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മന്ധര ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ അതിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നേ ദിവസം നമ്മൾ പരിശോധിക്കുന്നത് ഭഗവാനെ വനവാസക്കാലത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി കൈകേയി ഉപയോഗിച്ച, കൈകേയിക്ക് കിട്ടിയിട്ടുള്ള ഒരു വരത്തെക്കുറിച്ചും ആ വരത്തിന് പുറകിലുള്ള കഥയെക്കുറിച്ചും ആണ്. ആ കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരാണ് യഥാർത്ഥത്തിൽ ദശരഥൻ, ആരാണ് കൈകേയി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദശരഥൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യവംശത്തിലെ രാജാവായിരുന്നു, അയോധ്യാപതിയായിരുന്നു. അദ്ദേഹത്തിന് ആ പേര് വരാനുള്ള കാരണം അദ്ദേഹത്തിന് 10 ദിക്കുകളിലേക്ക് രഥം പായിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ്. 8 ദിക്കുകൾ നമുക്കറിയാമല്ലോ, നമ്മൾ അഷ്ടദിക്പാലകർ എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ 8 ദിക്കുകൾ ചുറ്റും, പിന്നെ മുകളിലേക്കും താഴേക്കും അങ്ങനെ 2 എണ്ണം. ഇതെല്ലാം കൂടെ ചേർത്താണ് 10 ദിക്കുകൾ. ഈ 10 ദിക്കുകളിലേക്കും ഒരേ വേഗതയിൽ രഥം പായിക്കാനുള്ള കഴിവുണ്ടായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ദശരഥൻ എന്ന് വിളിച്ചിരുന്നതെന്നാണ് പറയാറുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന് വിവാഹപ്രായമായ സമയത്ത് അദ്ദേഹം നിരവധിയായിട്ടുള്ള വിവാഹങ്ങൾ കഴിച്ചതായിട്ട് നമുക്കറിയാം.
കൗസല്യ എന്ന് പറയുന്ന രാജകുമാരി അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്. സുമിത്ര എന്ന് വിളിക്കപ്പെടുന്ന രാജകുമാരി അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം കൈകേയി എന്ന് വിളിക്കപ്പെടുന്ന, കേകയം എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്തെ രാജകുമാരിയെ വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹം കഴിച്ച് കൊട്ടാരത്തിലേക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് അയക്കണ സമയത്ത് അന്നത്തെ കാലത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പല ദ്രവ്യങ്ങളും കൊടുത്തയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈ സ്ത്രീധനത്തിൻ്റെയൊക്കെ പാരമ്പര്യം അതിൽ നിന്നൊക്കെ ആയിരിക്കും ആദ്യകാലത്ത് നമ്മുടെ നാടുകളിലും ഉണ്ടായിട്ടുണ്ടാവുക. എന്തായാലും ഇങ്ങനെ കൊടുത്തയച്ച സമയത്ത് വളരെ വിശേഷപ്പെട്ട ഒരു വസ്തുവിനെ കൂടി കൈകേയിക്ക് കേകയത്തുനിന്ന് രാജാവ് കൊടുത്തയച്ചിരുന്നു. അത് മറ്റൊന്നും തന്നെ ആയിരുന്നില്ല, ചെറിയ കുട്ടിയാവുമ്പോൾ തൊട്ട് കൈകേയിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന ഒരു തോഴി, ഒരു അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു തോഴി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. അവരായിരുന്നു മന്ധര. ആ മന്ധരയും കൂടെ ചേർന്നിട്ടാണ് കൈകേയി അയോധ്യയിലേക്ക് വരുന്നത്. അന്ന് തൊട്ട് കൈകേയിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഭാവത്തിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു മന്ധര. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ താമസിക്കുന്ന സമയത്താണ് ദേവാസുര യുദ്ധം നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പതിവുണ്ട്, ഈ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ചെയ്യുക. അപ്പോൾ ദേവന്മാർക്ക് തന്നെ അറിയാം ഈ അസുരന്മാരുടെ ശക്തി എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാത്രം ഒന്ന് മുന്നിട്ട് പുറപ്പെട്ടു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെ പരാജയപ്പെടുത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഭൂമിയിൽ നിന്നുള്ള ശക്തിയുള്ള രാജാക്കന്മാരെ ദേവലോകത്തേക്ക് വിളിപ്പിക്കും. അവരെ കൂടി ചേർത്താണ് ദേവസൈന്യം രൂപീകരിക്കുക. ഇങ്ങനെ പല ആൾക്കാർ പല കാലത്തായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ മാന്ധാതാവ് എന്ന് പറയുന്ന ഒരു രാജാവ് സൂര്യവംശത്തിൽ തന്നെ ഉള്ള ആളാണ്. അദ്ദേഹം പണ്ട് പോയതായിട്ട് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദ്വാപരയുഗത്തിൽ പൊതുവിൽ പറയാറുണ്ട്, മുചുകുന്ദൻ്റെ കഥ പറയുമ്പോൾ മുചുകുന്ദനും ഇതുപോലെ സഹായിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ പോയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ദശരഥൻ. അദ്ദേഹവും പോയി ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്തു എന്നാണ്. അങ്ങനെ ഈ ദേവാസുര യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് ഒറ്റയ്ക്ക് യുദ്ധത്തിന് പോകുന്നത് കണ്ടപ്പോൾ കൈകേയിക്കൊരു മോഹം ഒപ്പം പോകണമെന്ന്. ഭർത്താവ് പോകുന്നത് യുദ്ധത്തിനാണ്, അല്ലാതെ പുറത്തു പോകുമല്ലോ. എന്നാലും കൈകേയിക്കൊരു മോഹം. കുറേ പിന്തിരിപ്പിക്കാനൊക്കെ ദശരഥൻ നോക്കി, പക്ഷേ സാധിച്ചില്ല. കൈകേയിയാണ് ഒപ്പം ചെന്നത് സഹായിക്കാനൊക്കെ ആയിട്ട്. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒപ്പം ചെയ്തു കൊടുക്കാമെന്ന് കരുതി പോയതാവും. എന്തായാലും യുദ്ധം തുടങ്ങി, ഗംഭീരമായിട്ടുള്ള യുദ്ധം. അസുരന്മാരാണെങ്കിൽ അവരുടെ ആക്രമണത്തിന് ശക്തി അങ്ങോട്ട് കൂട്ടി. പല സമയത്തും ദേവന്മാർക്കൊക്കെ മുറിവേറ്റു. ദശരഥനാണെങ്കിൽ പല അസുരന്മാരോടും ഗംഭീരമായിട്ടുള്ള യുദ്ധം. ഈ യുദ്ധത്തിൽ തേര് പായിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സമയത്ത് ആ തേരിൻ്റെ രഥചക്രത്തിനുണ്ടായിരുന്ന ഒരു ആണി, അല്ലെങ്കിൽ ആ രഥചക്രത്തെ ഉറപ്പിച്ച് നിർത്തിയിരുന്ന ഒരു വസ്തു അതൊന്ന് തെറിച്ചു പോയി എന്നാണ്. ഇതോടുകൂടി ആ തേര് അത് പായിക്കുന്ന ദിശയിലേക്കൊന്നും അല്ല അത് സഞ്ചരിക്കുന്നത്. അപ്പം ആകെ മൊത്തം അപകടമായി. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാണ്ടായി ദശരഥന്. ആ സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കൈകേയിയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ്. അവരുടെ കയ്യിലുള്ള വിരലുകൊണ്ട് ആ വസ്തുവിൻ്റെ അസാന്നിധ്യം പരിഹരിക്കുകയും ഒരു കൈ കൊണ്ട് രഥം പായിക്കുകയും ചെയ്തു എന്നുമാണ് ആ കഥയിൽ പറയുക. ഒരു കൈ കൊണ്ട് രഥത്തിൻ്റെ ചക്രത്തെ നിയന്ത്രിച്ചു, ഒരു കൈ കൊണ്ട് രഥത്തെ മുഴുവനായിട്ട് നിയന്ത്രിച്ചു. അങ്ങനെ ദശരഥൻ്റെ ജീവഹാനി ഇല്ലാതെ രക്ഷിച്ചത് കൈകേയിയാണ്. അത് കണ്ടപ്പോൾ ദശരഥനുണ്ടായിട്ടുള്ള സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് കൈകേയിയോട് അതിയായിട്ടുള്ള സ്നേഹം തോന്നി. അല്ലെങ്കിലേ 3 ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കൈകേയിയോടാണെന്ന് പൊതുവിൽ പറയാറുണ്ട്. ഇതിപ്പോൾ തൻ്റെ ജീവൻ കൂടി രക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അതിയായിട്ടുള്ള സ്നേഹം ഉണ്ടായി, സന്തോഷം ഉണ്ടായി. ആ സന്തോഷം അതിര് കവിഞ്ഞ സമയത്ത് അങ്ങോട്ട് ആവശ്യപ്പെടുന്നതാണ്, നീ എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്. അപ്പം കൈകേയി ധർമ്മം പഠിച്ച സ്ത്രീയാണ്. അവർ പറയുന്നുണ്ട്, ഭർത്താവിനെ രക്ഷിക്കുക എന്നുള്ളത് ഭാര്യയുടെ ധർമ്മമാണ്, ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ, എനിക്ക് യാതൊരു വരും ആവശ്യമില്ല. പറ്റില്ല, എനിക്ക് എന്തെങ്കിലും തരാതെ ഒരു സമാധാനം ഉണ്ടാവില്ല, എന്തെങ്കിലും ചോദിക്കൂ എന്ന് നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് കൈകേയി പറഞ്ഞത്, എനിക്ക് എന്തെങ്കിലും ഒരു 2 വരം അങ്ങ് മാറ്റി വെച്ചോളൂ, ഞാൻ ആവശ്യമുള്ള സമയത്ത് അത് ചോദിച്ചോളാം. ദശരഥന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അഭിഷേകം നിശ്ചയിക്കപ്പെട്ട സമയത്ത് മന്ധര എന്ന് വിളിക്കപ്പെടുന്ന തോഴിയുടെ വാക്ക് കേട്ട് ഈ 2 വരങ്ങൾ കൈകേയി പ്രയോജനപ്പെടുത്തുന്നത്. ആ വരങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ആ സമയത്ത് അയോധ്യയിൽ ഇല്ലായിരുന്ന സാക്ഷാൽ സംഘമേശ്വരനായിട്ടുള്ള ഭരതനെ രാജാവാക്കണമെന്നും രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും 2 വരങ്ങൾ അന്ന് ദേവാസുരക്കാലത്ത് ചോദിച്ച ആ 2 വരങ്ങളാണ് ഈ അഭിഷേക സമയത്ത് കൈകേയി ചോദിച്ചു വാങ്ങുന്നത്. അവിടെ തൊട്ടാണ് ഭഗവാന്റെ വനയാത്ര ആരംഭിക്കുകയും ചെയ്യുന്നത്. പൊതുവിൽ മഹാത്മാക്കൾ പറയാറുണ്ട്, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് സന്തോഷം ഉണ്ടാവുന്ന സമയത്തും ഒരുപാട് വിഷമം ഇരിക്കുന്ന സമയത്തും ആരോടും ഒരു വാക്കും കൊടുക്കരുത് എന്നാണ്. കാരണം ഈ 2 സമയത്തും
നമ്മളുടെ നിയന്ത്രണത്തിലാവില്ല നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി. ഈ സമയത്ത് നമ്മൾ ചാടിക്കേറി കൊടുക്കുന്ന വാക്കുകൾക്കൊക്കെ ഭാവിയിൽ നമ്മൾ തന്നെ കണക്ക് പറയേണ്ടി വരും, ദശരഥ മഹാരാജാവിനെ പോലെ എന്നാണ്. അതുകൊണ്ട് അതിയായിട്ട് സന്തോഷം ഉണ്ടാവുന്ന സമയത്തും അതിയായിട്ട് വിഷമം ഉണ്ടാവുന്ന സമയത്തും ഭഗവാനെ സ്മരിക്കുക എന്നല്ലാതെ വരം കൊടുക്കാനും വാക്ക് കൊടുക്കാനൊന്നും ആരും പോകേണ്ടതായിട്ടില്ല എന്ന് മഹാത്മാക്കൾ പറയാറുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് രാമകഥയുടെ അടുത്തൊരു അധ്യായത്തിൽ കഥയമമ്മയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ദ്രാവിഡ ശൈലിയിലുള്ള ക്ഷേത്രങ്ങൾ ചോള, പാണ്ഡ്യ, പല്ലവ കാലഘട്ടങ്ങളിൽ വികാസം പ്രാപിച്ചവയാണ്. കൂറ്റൻ ഗോപുരങ്ങളാണ് ഇവയുടെ പ്രത്യേകത. പടിപടിയായി മുകളിലേക്ക് പിരമിഡ് രൂപത്തിൽ ഉയർന്നു കാണുന്ന ക്ഷേത്രങ്ങളാണിവ. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ 4 അമ്പലങ്ങളിൽ രണ്ടാമത്തേതാണ് കുടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം. ചതുർബാഹു രൂപത്തിലുള്ള ലക്ഷ്മണസ്വാമിയാണ് ഇവിടത്തെ മുഖ്യപ്രതിഷ്ഠ. രാമപുരത്തു നിന്നും ഉഴവൂരിലേക്കുള്ള പാതയിൽ കേവലം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം. ശ്രീരാമൻ സീതാദേവിയെ അന്വേഷിച്ചുള്ള യാത്രക്കിടയിൽ വിശ്രമിച്ച സ്ഥലമാണിത് എന്നാണ് വിശ്വാസം. ലോകം തിരുനാമം വാഴ്ത്തുന്നു ഹരിദേവ. പരമ്പരാഗത കേരളീയ വാസ്തുരീതിയിൽ ലളിതമായി നിർമ്മിച്ച ക്ഷേത്രമാണിത്. ചതുരാകൃതിയിലുള്ള ശ്രീകോവിലിനുള്ളിൽ വിഷ്ണുരൂപിയായി ലക്ഷ്മണൻ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. അയോധ്യ തന്നാഥന് നിഴലായി നിന്നൊരു അനന്താവതാരമേ നിൻ തിരുനാമജപം. പഴയ കേരളീയ ശൈലിയിലുള്ള നാലമ്പലവും ചെറിയ നമസ്കാര മണ്ഡപവും ഇവിടെ കാണാം. മഹാക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ കമാനങ്ങളോ ഗോപുരങ്ങളോ ഇല്ലെങ്കിലും ശാന്തഗംഭീരമായ ആത്മീയ ചൈതന്യം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ് കുടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേത്. മണ്ഡലകാലത്തോടനുബന്ധിച്ചാണ് വാർഷിക ഉത്സവം നടക്കുന്നതെങ്കിലും കർക്കിടക മാസം തീർത്ഥാടനകാലം എന്ന നിലയിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്നതുകൊണ്ട് തന്നെ വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നു. സർവേശ കലിനാശ വിശ്വസിക്കുന്നവർക്കിന്നഭയം നിൻ ചരണം. മംഗല്യസിദ്ധി, സന്താനഭാഗ്യം എന്നിവയ്ക്കായി ഇവിടെ എത്തി ആരാധന നടത്തുന്നവരുണ്ട്. ചതുർബാഹു സമർപ്പണമാണ് ഇവിടുത്തെ വിശേഷപ്പെട്ടതും പ്രാധാന്യമേറിയതുമായ നേർച്ച. ധർമ്മ, അർത്ഥ, കാമമോക്ഷങ്ങൾക്കായാണ് ഈ നേർച്ച. പ്രത്യേക മന്ത്രോച്ചാരണങ്ങളോടെ ഭഗവാന്റെ കൈകളിൽ ധരിച്ചിരിക്കുന്ന ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയെ ആരാധിക്കുന്ന രീതിയാണിത്. പെരുമാളെ തിരുനാമം ജപിച്ചെന്നാലകലും ദുഃഖങ്ങൾ. ശത്രുദോഷ നിവാരണം, കുടുംബ ഐക്യം, ആരോഗ്യം, ദീർഘായുസ്, രോഗനിവാരണം എന്നിവയെല്ലാമാണ് ഈ നിവേദ്യത്തിന്റെ ഫലങ്ങൾ. കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ഭദ്രകാളി, സ്വയംഭൂവായ ശാസ്താവ്, ഗണപതി, ദക്ഷിണാമൂർത്തി എന്നീ ഉപദേവതാ സ്ഥാനങ്ങളും നമുക്ക് ദർശിക്കാം. ഭദ്രകാളി സന്നിധിയിൽ ചൊവ്വ, വെള്ളി ദിനങ്ങളിൽ പ്രത്യേക പൂജകളുണ്ട്. ശാസ്താ സന്നിധിയിൽ നീരാജനം, എള്ളുപായസം, തേങ്ങയുടയ്ക്കൽ തുടങ്ങിയ വഴിപാടുകൾ നടത്തപ്പെടുന്നു. കറുകമാലയും ഒറ്റയപ്പവുമാണ് ഗണപതിക്ക് ഏറെ പ്രിയം. വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ദക്ഷിണാമൂർത്തി സന്നിധിയിൽ പൂജകൾ നടത്തുന്നു. നീ വരുന്നതും പാർത്ത് ഞാനിരുന്നിതു മുന്നം ദേവകളോടും. കുടപ്പുലം ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ച് കാലഗണന കൃത്യമായി നിർവഹിക്കാനാവില്ല എങ്കിലും 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതും
18-19 നൂറ്റാണ്ടുകളിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ വികാസം പ്രാപിച്ചതുമാണ് ഈ ക്ഷേത്രമെന്ന് കണക്കാക്കാം. ശ്രീരാമനെ അന്വേഷിച്ചിറങ്ങിയ സഹോദരങ്ങൾ കൂടിച്ചേർന്ന സ്ഥലം എന്ന നിലയിലാണ് കുടപ്പുലം എന്ന പേര് സിദ്ധിച്ചതെന്ന് ഒരു വിശ്വാസമുണ്ട്. കാലഗണനയ്ക്ക് ചരിത്രരേഖകൾ ലഭ്യമല്ലെങ്കിലും ഐതിഹ്യം നീളുന്നത് ത്രേതായുഗത്തിലേക്കാണ്. ഏതായാലും രാമായണ മാസ വിശുദ്ധിയിൽ ഈ ക്ഷേത്ര ദർശനം നൽകുന്ന പുണ്യം ചെറുതല്ല. അയോധ്യ തന്നാഥന് നിഴലായി നിന്നൊരു അനന്താവതാരമേ നിൻ തിരുനാമജപം. വലിയ വിത്തുള്ള മാവിനേക്കാൾ വേഗത്തിൽ വളരാനും അതിനേക്കാൾ പടർന്നു പന്തലിക്കാനും കടുകുമണിയുടെ വലിപ്പമുള്ള ആൽവിത്തിന് കഴിയും. ആഴത്തിലും പരപ്പിലും വേരോടിക്കാനും വേണ്ടത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനുമുള്ള കഴിവാണ് ആൽവിത്തിനെ ഇതിന് സഹായിക്കുന്നത്. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും അത് പ്രയോജനപ്പെടുത്താനും കഴിയുമെങ്കിൽ നമുക്ക് മറ്റ് ആരേക്കാളും വളരാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.